പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വന്ദനം അറിയിക്കുന്നു. ക്രിസ്തുവിലുള്ള സ്നേഹം നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ പ്രഭാതത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അവന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. വി ആർ സ്പെൻഡിങ് വാല്യൂ ടൈം വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ പലപ്പോഴും ഞാൻ പറയുന്ന ഒരു ടാഗ് ലൈൻ പോലെ പറയുന്ന ഒരു വാക്കുണ്ട്, മഴയത്ത് നിന്ന നമ്മളെല്ലാവരും നനയും അല്ലേ. നനഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും കൂട്ടായ്മ ആചരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ നമ്മൾ പോലും അറിയത്തില്ല കർത്താവിന്റെ മഹത്വം നമ്മുടെ മേൽ വീണുകൊണ്ടിരിക്കുക, നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ, ഈ പുറത്തെ മനുഷ്യന്റെ ഒരു സ്വഭാവം, ഈ കേട്ടത് മറവി നല്ലതാ അല്ലേ. മറവി പല കാര്യങ്ങൾ നമ്മൾ മറന്നേ പറ്റത്തുള്ളൂ. മറവി നല്ലതാ. ഈ പ്രത്യേകിച്ച് മറ്റുള്ളവരോടുള്ള പിണക്കോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം വിട്ട് മറന്നു പോകുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവിന്റെ അതേ ഭാവമുള്ള വ്യക്തിയാണ് അകത്തെ മനുഷ്യൻ. പുറത്ത് കാണുന്ന എൻ്റെ ശരീരം ഇത് പെരീഷബിളാണ്, പക്ഷെ അകത്തെ മനുഷ്യൻ ഒരിക്കലും ഇംപെരീഷബിളാണ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. അകത്തെ മനുഷ്യന് നമ്മൾ പുറത്തെ മനുഷ്യനാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത് അല്ലേ. 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കും, വിശക്കുമ്പോൾ ഒക്കെ ഓടിച്ചെന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കും. അതെല്ലാം പുറത്തെ മനുഷ്യന്റെ ആഹാരമാണ്. എന്നാൽ അകത്തെ മനുഷ്യന്റെ ആഹാരം ദൈവത്തിന്റെ വചനമാണ്. അതാ യേശു പറഞ്ഞത്, പിശാച് കഴിയുമെങ്കിൽ ഈ അപ്പത്തെ കല്ലാക്കാം, ഈ കല്ലിനെ അപ്പമാക്കാമെന്ന് പറയുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു അല്ലേ. അപ്പൊ അകത്തെ മനുഷ്യന്റെ ആഹാരമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യുവർ ഇന്നർ മാൻ ഇസ് ഫെഡ് വെൽ, അകത്തെ മനുഷ്യന് ശരിയായ ആഹാരം കൊടുക്കുന്നുവെങ്കിൽ ദാറ്റ് വിൽ റിഫ്ലക്ട് എക്സ്റ്റേണലി. അതിന്റെ പ്രതിഫലനമെല്ലാം നടക്കുന്നത് നമ്മുടെ പുറത്തായിരിക്കും അല്ലേ. നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുകൾ, ഈ അകത്തെ മനുഷ്യൻ ബലമുള്ള മനുഷ്യനാണെങ്കിൽ, അകത്ത് കർത്താവിന്റെ വചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കൊടുങ്കാറ്റടിക്കുമ്പോഴും പ്രതിസന്ധി അടിക്കുമ്പോൾ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് നമ്മൾ പറയും, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ പറയും അല്ലേ. പുറത്തെ മനുഷ്യൻ കുലുങ്ങത്തില്ല, കാരണം അകത്തെ മനുഷ്യൻ ഹീസ് വെരി സ്ട്രോങ്. അതാണ് പൗലോസ് എഫെസ്യ ലേഖനം ഓർപ്പിക്കുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എഫെസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. കർത്താവിലും അവന്റെ അമിത ബലം. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ഓൾവേസ് അല്ലെ. നമുക്ക് ഈ ശാരീരികമായി ക്ഷീണങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് ഉറങ്ങാൻ പോകുന്നത് അല്ലെ. നമ്മുടെ ബോഡി ബലഹീനതാകുമ്പോഴാണ് നമുക്ക് വെള്ളം വേണ്ടിയത്, നമുക്ക് ഭക്ഷണം വേണ്ടിയത് ഒക്കെ. നമ്മൾ വീക്ക് ആകുമ്പോൾ നമ്മളെ തന്നെ സ്ട്രോങ് ആക്കാൻ. അതുപോലെ തന്നെയാണ് നിശ്ചയമായിട്ടും നമ്മുടെ അകത്തെ മനുഷ്യനും സ്ട്രോങ്. അകത്തെ മനുഷ്യനും ദാഹിക്കുന്നുണ്ട്. ഇത് വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. അകത്തെ മനുഷ്യൻ കർത്താവിന്റെ വചനം, കാരണം ദൈവത്തിന്റെ ബീയിങ് ആണ് അകത്തിരിക്കുന്നത്. ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും സ്വഭാവത്തിലും പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു തന്നെ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിന്റെ അകത്ത് സിംഹാസനം ഇട്ട് വാഴുകയാണ്. അപ്പം ക്രിസ്തു കർത്താവിന്റെ ആഹാരമാണ്. കർത്താവിന്റെ ആഹാരം എപ്പോഴും ദൈവവചനമാണ്. അകത്തെ മനുഷ്യന്റെ ആഹാരം ദൈവവചനമാണ്. അപ്പം ആ ദൈവവചനത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിലൊക്കെ ഒന്നിച്ചൊന്ന് വേരൂന്നി. നമ്മൾ ഇന്ന് ഒരു മൺഡേയാണ്. ഇന്ന് പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ലോകത്തിലേക്ക് പുറപ്പെടുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ജോലിക്ക് പോകുന്നവരുണ്ട്, സ്കൂളിലോട്ട് പോകുന്നവരുണ്ട്, പല കാര്യങ്ങളിൽ ഇടപെടുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഇഫ് യുവർ ഇന്നർ മാൻ ഇസ് ഫെഡ് വെൽ, അകത്തെ മനുഷ്യന് നല്ല ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കർത്താവ് ചെയ്തെടുക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു നല്ല ദിവസം കൂടെ, ഒരു തിങ്കളാഴ്ച ദിവസം, ഒരാഴ്ചയുടെ ആരംഭത്തിന്റെ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. ആരോഗ്യത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. നമുക്കൊരു വചനഭാവം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും
തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ആമേൻ. കർത്താവിന്റെ അടുത്ത് വന്നാൽ കർത്താവ് പ്രതിഫലം തരുന്നവനാണ്. കർത്താവ് ജീവനോടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വരണം. ഇവിടെ പറഞ്ഞിരിക്കുക, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോഴേ ആദ്യമേ ഓർക്കുന്ന അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു, അല്ലെ? അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിക്കായി കണക്കിട്ടു. താൻ ക്ഷീണിച്ചു പോയില്ല. ആ വിശ്വാസത്തിൽ എനിക്കൊരു വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ട്, എനിക്കൊരു കുഞ്ഞിനെ തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. താൻ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ അത് വിശ്വസിച്ചതുകൊണ്ട് അത് അവന് നീതിക്കായി കണക്കിട്ടു. അതുകൊണ്ട് വിശ്വാസത്തോടെ ആയിരിക്കണം. വിശ്വാസത്തിൽ നിന്ന് ആണുവിട. എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായാലും, ആരെല്ലാം നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ആ കർത്താവിൽ തന്നെ വിശ്വസിച്ചോണം. അത്ഭുതം കാണുമെന്നേ. പ്രാർത്ഥനകൾ വർഷങ്ങൾ നീണ്ടുപോയേക്കാം. വർഷങ്ങൾ, ചിലപ്പോൾ 30 വർഷമായിട്ട് 40 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ലായിരിക്കാം. പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച അത്ഭുതം കാണും. നമ്മുടെ കണ്ണുകൾ വിസ്മയിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ കർത്താവ് ചെയ്യുമെന്നേ. അതുകൊണ്ട് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാം. ദൈവത്തിനെ നമ്മൾ പ്രസാദിപ്പിക്കണമെങ്കിൽ ഒത്തിരി പൈസ കൊടുത്താലോ, ഒത്തിരി കാര്യങ്ങൾ ചെയ്താലോ, അല്ലെങ്കിൽ മുട്ട നീന്തിയാലോ, അല്ലെങ്കിൽ കൈ കൂപ്പി പിടിച്ചാലോ ഒന്നും ദൈവം പ്രസാദിക്കത്തില്ല. നമ്മുടെ ഉള്ളറിയുന്ന കർത്താവ്, നമ്മുടെ പുറമേ അറിയുന്നുള്ളതാണ് നമ്മുടെ നമുക്ക് ഈ വേണമെങ്കിൽ ഭക്തിയുടെ വേഷം, അങ്ങനെ ഒരു വചനമുണ്ട്. നമുക്ക് ഭക്തിയുടെ വേഷം വേണമെങ്കിൽ ധരിക്കാം, അല്ലെ? അപ്പൊ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പലപ്പോഴും ഹമ്പിൾനെസ് കൊണ്ടുവരാൻ നമ്മൾ നോക്കും. അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമല്ല. കർത്താവിന്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി കർത്താവ് ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും. നമ്മൾ കർത്താവിന്റെ നോട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ, യു വിൽ ലാക്ക് നത്തിങ്. ഇന്ന് ഷീന വായിച്ച പോലെ വിശ്വാസം കൂടാതെ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കും. വാട്ട് ഈസ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഇസ് നോട്ട് സെൽഫ് കോൺഫിഡൻസ്. നമ്മുടെ എന്നാൽ സെൽഫ് കോൺഫിഡൻസ് കംസ് ഫ്രം ഫെയ്ത്ത്. വിശ്വാസമല്ല സെൽഫ് കോൺഫിഡൻസ് അല്ല വിശ്വാസം. പക്ഷേ വിശ്വാസത്തിൽ നിന്നാണ് സെൽഫ് കോൺഫിഡൻസ് വരുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് പെർസെപ്ഷൻസ് അല്ല. വിശ്വാസം എന്ന് പറയുന്നത് നോക്ക് പോസിറ്റീവ് തിങ്കിങ് അല്ല. പോസിറ്റീവ് തിങ്കിങ് വരുന്നത് എന്റെ വിശ്വാസത്തിൽ നിന്ന്. എന്റെ വിശ്വാസം എന്നെ പോസിറ്റീവ് ആക്കും. വിശ്വാസം എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ധൈര്യം തരും. എനിക്ക് വിശ്വാസം എനിക്ക് ബലം തരും. വിശ്വാസം കാണാത്ത കാര്യത്തിൽ എനിക്ക് വിശ്വാസം തരും. നോക്ക് പലപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ പോസിറ്റീവായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വിശ്വാസം കൂടാതെ ദൈവവചനം പറയുകയാണ്, ആർക്കും ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ സാധിക്കത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രോങ് കൺവിക്ഷൻ. ഉണ്ട്. ഏത് വിഷയത്തിലും ഐ എം നോട്ട് എലോൺ ഇൻ ദ സിറ്റുവേഷൻ. എന്റെ തല താഴാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഇറ്റ് ഇസ് എ ട്രസ്റ്റ് ഇൻ ഗോഡ്. കർത്താവിൽ ഉള്ള ആ പൂർണ്ണ ആശ്രയത്തിന്റെ പേരാണ് വിശ്വാസം. ഏത് കാര്യത്തിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഗോഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല, ദൈവമുണ്ട്, ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഐ വിൽ റിലേ ഓൺ ഹിം. അതിന്റെ പേരാണ് വിശ്വാസം. ഏത് കാര്യത്തിലും ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കത്തില്ല, ഞാൻ രഥങ്ങളിൽ ആശ്രയിക്കത്തില്ല, ഞാൻ ജ്ഞാനികളിലല്ല ആശ്രയിക്കുന്നത്. എന്റെ ആശ്രയം രാജാക്കന്മാരിലല്ല, എന്റെ ആശ്രയം സമ്പന്നരിലല്ല. എന്റെ ആശ്രയം എന്റെ കർത്താവാണ്. അങ്ങനെ റിലേ ചെയ്യുന്നതിന്റെ പേരാണ് ഫെയ്ത്ത്. നോക്ക്, ആ കർത്താവിൽ ആശ്രയിക്കുന്ന ഓരൊറ്റ ആള് പോലും താഴ്ന്നു പോകത്തില്ല. വി ഷുഡ് ഹാവ് എ ഹയർ ലെവൽ ഓഫ് ഫെയ്ത്ത്. ഞാൻ ഇന്ന് വായിച്ച സമയത്ത് എന്നെ കർത്താവ് അതിഭയങ്കരമായിട്ട് ഈ വിശ്വാസത്തിന്റെ കുറിച്ച് അതിഭയങ്കരമായിട്ടൊരു കാഴ്ചപ്പാട്, അത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് വേറൊരു കാര്യം പറയുക, പക്ഷേ ശിഷ്യന്മാർ ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ്. 17-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കുക. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്ന അസാധ്യം. ഇടർച്ചകൾ, കർത്താവ് പറയുകയാണ്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം. ഞാനും നിങ്ങളും ഈ നമ്മളെല്ലാവരും പല സ്വഭാവക്കാരും. ഞാനും ഷീനായും ഞങ്ങൾക്ക് 2 സ്വഭാവമാണ്.
രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാണ്, രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ്, രണ്ടുപേരുടെയും ഇമോഷൻസ് വ്യത്യാസമാണ്, ഒത്തിരി വ്യത്യാസങ്ങൾ സ്വഭാവത്തിലുണ്ട്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും പല സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് തമ്മിൽ എന്ത് ചെയ്യും, ഇടർച്ചകൾ ചിലപ്പം വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരും. കർത്താവ് പറയാണ് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യമാണ്. എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സൂക്ഷിച്ചു കൊള്ളുവീൻ, സഹോദരൻ പിഴിച്ചാൽ അവനെ ശാസിക്കാം. സഹോദരൻ പിഴിച്ചാൽ നമ്മുടെ ഒരു സഹോദരൻ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ എന്ത് ചെയ്യുക, ശാസിക്കുക, വഴക്ക് പറയണം. സഭയില് ഒക്കെ നമ്മൾ വഴക്ക് പറയേണ്ട സിറ്റുവേഷൻസ് ഒക്കെ പലപ്പോഴും വരും. ചില സഹോദരൻ അത് അവരെ തകർക്കാൻ വേണ്ടിയല്ല വഴക്ക് പറയുന്നത്, അവരെ ലിഫ്റ്റ് ചെയ്യുക, ക്രിസ്തു എന്ന തലയോളം ലിഫ്റ്റ് ചെയ്യുക, അവരിലൊരു തിരുത്തൽ കൊണ്ടുവന്നാൽ, ഒരു ചേഞ്ച് കൊണ്ടുവന്ന് അവരെ എന്ത് ചെയ്യുക, ക്രിസ്തു എന്ന തലയോളം ഉയർത്തുക. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. അപ്പോസ്തലന്മാർ ഈ ക്ഷമിക്കുക എന്ന് പറയുന്ന വാക്ക് ഞാൻ ഒരു പ്രാവശ്യം ക്ഷമിച്ച് 2 പ്രാവശ്യം അൺലിമിറ്റഡ് ആണ്. ഇത് അൺലിമിറ്റഡ് ആണ്. ഒരാള് സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മറന്നേക്കുക, വിട്ട് കളഞ്ഞേക്കുക. പിന്നെ അത് വെച്ചോണ്ടിരുന്ന് പിന്നെയും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് പഴയ കാര്യം പറഞ്ഞു, അതെന്നാ പഴയ കാര്യം പിന്നെയും പറയുന്നത്, ക്ഷമിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരാൾ ഒരു വിഷയം ഉണ്ടായി, ആ വിഷയം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വേറൊരു വിഷയം ഉണ്ടായി. അന്നേ ആ വിഷയം സംസാരിക്കുമ്പോൾ ആ പഴയ വിഷയം എടുത്തിടുന്നുണ്ടല്ലോ, അത് ക്ഷമിക്കാഞ്ഞതുകൊണ്ട്. അല്ലെങ്കിൽ അതൊരിക്കലും വരത്തില്ല. നീ പണ്ടങ്ങനെ പഴയതെല്ലാം കഴിഞ്ഞു പോയെന്നേ, പഴയത് ക്ഷമിച്ചു. പ്ലീസ്, കർത്താവ് പറയുകയാണ് അൺലിമിറ്റഡ് ആയിട്ട് ക്ഷമിക്കുക. 7-70 പ്രാവശ്യം ഒരു ദിവസത്തെ 7-70 പ്രാവശ്യം ക്ഷമിക്കണം, അല്ലേ? നോക്ക് 7x70 എന്നാ പറഞ്ഞ ഒരു ദിവസം. അപ്പം നോക്ക, അങ്ങനെയാണെങ്കിൽ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പം എന്നെ ഏറ്റവും മൂവ് ചെയ്ത് ശിഷ്യന്മാർ പറഞ്ഞ ഒരു വാക്കാണ്. വായിക്കാം ശ്രീമ. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. വിശ്വാസം വർദ്ധിപ്പിച്ച ഇവിടെ നോക്കിക്കുക, എന്തിന് ക്ഷമിക്കാൻ ഫെയ്ത്ത് വേണം. ക്ഷമിക്കാൻ ഫെയ്ത്ത് വേണം, വിശ്വാസമുണ്ടെങ്കിൽ. ഇഫ് യു റിലേ എവരിത്തിങ് ഓൺ ഗോഡ്, കർത്താവിനാണ് ജീവിതത്തിൽ 1ാം സ്ഥാനം കൊടുക്കുന്നു എങ്കിൽ നോക്ക്, ക്ഷമിക്കാനും വിശ്വാസം വേണം. എനിക്ക് വിശ്വാസമുള്ള പലർക്കും ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ക്ഷമിക്കാൻ പറ്റാത്തത്. പ്ലീസ്, ആ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കും ക്ഷമിക്കാൻ പറ്റും. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണാൻ പറ്റും. നമ്മുടെ കൂട്ടു സഹോദരനെ, നമ്മുടെ സഹോദരിയെ, നമ്മുടെ നെയ്ബറിനെ, നമ്മുടെ ഓഫീസിലുള്ളവരെ, ചിലപ്പം നമ്മുടെ എതിരെ നിൽക്കുന്നവർ. കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞു, അല്ലേ? പഴയ നിയമത്തിൽ അങ്ങനെയല്ല. പ്ലീസ് നോക്കിയ സുഹൃത്തുക്കളോട്, കൂട്ടുകാരോട് നോക്കി നല്ലവണ്ണം ഇടവും. ഇവിടെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ എല്ലാം കർത്താവ് ഒന്നുകൂടെ ഹാർഡാക്കുക ചെയ്ത്. ശത്രുക്കളെ സ്നേഹിക്കുക. എങ്ങനെ പറ്റും? കൃപ തരും. എങ്ങനെ പറ്റും? പരിശുദ്ധാത്മാവിനാൽ എനിക്ക് സാധിക്കും. എങ്ങനെ പറ്റും? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കത് സാധിക്കും. എന്റെ കഴിവിലോട്ട് നോക്കിയാൽ എന്റെ കഴിവൊക്കെ ലിമിറ്റഡ് ആണ്, എന്റെ മിടുക്കൊക്കെ ലിമിറ്റഡ് ആണ്. ഒരു കാറ്റടിച്ചാൽ മതി നമ്മൾ തിരിഞ്ഞോടാൻ, അല്ലേ? പലപ്പോഴും നമുക്ക് ലിമിറ്റ്. പക്ഷേ ബൈ ഫെയ്ത്ത്, അത് ഈ വിശ്വാസത്തിന്റെ ഡെഫിനേഷൻ തന്നെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ ഉറപ്പ്. എനിക്ക് കർത്താവ് ഉണ്ടെന്നുള്ള ആ ഉറപ്പും ആ ബോധ്യവും ആ നിശ്ചയവും. പ്ലീസ്, ഏത് കാര്യത്തിലും ഞാൻ താന്നു പോകത്തില്ല, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ഈ എബ്രായ ലേഖനത്തിൽ തന്നെ പറയുകയാണ്, ഈ ബേസിക്സ് ഇടരുത്. കാലം നോക്കിയാൽ 5-ാം അധ്യായം അതിന് 12-ാം വാക്യം ഒന്ന് വായിക്കാൻ ആവശ്യം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളിപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കാലം നോക്കിയാൽ നമ്മൾ പലരും കാലം നോക്കിയാൽ അനേകരെ മോൾഡ് ചെയ്യേണ്ട, അനേകരെ ലിഫ്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. ഇപ്പോഴും നമ്മുടെ വിഷയങ്ങൾ കരഞ്ഞും പ്രാർത്ഥിച്ചും ദുഃഖിച്ചും, അയ്യോ എന്റെ വിഷയം, എന്റെ വേദന, എന്റെ ദുഃഖം നോക്കിക്കേ. നമ്മൾ നോക്കിയാൽ അനേകരെ ബലപ്പെടുക ഇല്ലെന്നേ, ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ വേദനകളിലാണ് നമ്മൾ പലരെയും, നമ്മളെല്ലാം വിഷയത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടല്ല എല്ലാവരെയും ബലപ്പെടുത്തുന്നത്. പല വിഷയങ്ങളും
വിഷയങ്ങളും ഉണ്ടായിരിക്കാം. നിങ്ങൾ ഞങ്ങളെ നോക്കിയാലും ഞങ്ങൾക്ക് ഇന്നും വിടുതൽ പ്രാപിക്കേണ്ട ചില വിഷയങ്ങൾ ഇന്നും ഉണ്ട്. ഞങ്ങൾ കടന്നു പോകുന്ന ചില പെയിനും ആഗണിയും ഒക്കെ നമുക്ക് പേഴ്സണലി എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ഇനി അത് ശരിയായിട്ട് ബാക്കി ശരിയാക്കാമെന്ന് നോക്കരുത്. അതിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഷിന, ഈ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കത്തില്ലേ, മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വരുന്ന ഓരോരുത്തരോട് സംസാരിച്ച് അവരുടെ വിഷയങ്ങൾ കേട്ട് അവരെ ബലപ്പെടുത്തുമ്പോൾ നമ്മൾ പോലും അസാധാരണമായ ഒരു ബലം നമുക്കുണ്ടാകും, വലിയൊരു നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ആ വാക്ക് അത് നോക്കി നമുക്കതൊരു വലിയ ധൈര്യമാണ്. വിശ്വാസത്തിൽ കെട്ടുപോകാതെ ബേസിക്സ് ഇടാതെ ഇവിടെ പറയാണ്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യാണ്, ആദ്യ പാലങ്ങൾ, ആ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ നോക്കിക്കേ, കുഞ്ഞുങ്ങൾക്ക് ആദ്യം നമ്മൾ പാലാ കൊടുക്കുന്ന അല്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ കട്ടിയായിട്ടുള്ള ആഹാരം കൊടുക്കും. കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കേണ്ട ഈ കാലത്ത് തന്നെ ഇപ്പോഴും നമ്മൾ പാല് കുടിച്ചുകൊണ്ട് ജീവിക്കാനല്ല. അതിന്റെ 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്. അതുകൊണ്ട് ജീവപ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ ലീവ് ദോസ് എലിമെന്ററി ടീച്ചിങ്സ്. അതൊക്കെ ബേസിക് ആണ്. ഒരാൾ യേശുവിലോട്ട് വരുമ്പോഴുള്ള മാനസാന്തരപ്പെടണം, അതൊക്കെ ഒരു ബേസിക് ആണ്. മാനസാന്തരം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ല. പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞാൻ ദിനം പ്രതി മരിക്കുന്നു. ഐ വിൽ ഡൈ ഡെയിലി, ഐ വിൽ റിപ്പന്റ് ഡെയിലി. ഞാൻ എന്റെ കട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ആരോടും ഒന്നും വെക്കാതെയാണ് ഞാൻ എന്റെ നോക്കിയ സൂര്യൻ അസ്തമിക്കും കഴിയുന്തോറും വരെ ഒന്നും വെക്കരുതെന്നാണ് ദൈവവചനം പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോഴാണ് എന്റെ കർത്താവ് മടങ്ങി വരുന്നെങ്കിൽ ഐ വിൽ ഹാവ് നോ വെയിറ്റ് ടു ക്യാരി. എനിക്ക് ഒരു ഭാരവും കാണത്തില്ല ചുമക്കാൻ. നോക്കിയ വെയിറ്റ്ലെസ് ആയിട്ടായിരിക്കും ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പോകുന്നത്. അതുകൊണ്ട് ആ കട്ടിലോട്ട് ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ ആരോടും ഒന്നും വെക്കത്തില്ല. സൂര്യൻ അസ്തമിച്ച് നോക്കിയ പകലൊക്കെ പലരുമായിട്ട് ഇടപെടുമ്പം അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം വരും. അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വരും. ചിലപ്പോൾ ഭാരം വരും, ചിലപ്പോൾ ഇടർച്ച വരും. യേശു പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം വായിച്ച ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യമാണ്. ഇപ്പൊ യേശു അങ്ങനെ പറഞ്ഞെങ്കിൽ വരാതിരിക്കുമോ അല്ലെ? നമുക്ക് എപ്പോഴും ചിലപ്പോൾ പീസ് നഷ്ടപ്പെടുന്ന സമയമുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്ന സമയമുണ്ട്. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? തിരിച്ചു പിടിക്കണം. ഉടനെ പിന്നെ കുത്തി വീർപ്പിച്ച് ചിലരെ തോമസോട്ടുകാർ പറയുന്ന പോലെ ചിലരെ കണ്ടാൽ ഈ ഭൂമി കറക്കുന്നതിന്റെ ഉത്തരവാദിത്വം മറക്കാന്ന് പോകും. ചിലരുടെ ആ ഭാരവും ആ വെയിറ്റും ഒക്കെ കണ്ടാൽ അവരാണ് ഈ ഭൂമിയെ കറക്കുന്നത് എന്ന് തോന്നും അല്ലെ? പ്ലീസ്, ഇതൊന്നും നമ്മുടെ കഴിവിലും നമ്മുടെ മിടുക്കിലും ഒന്നും ഇരിക്കുന്നതല്ല. എല്ലാം കർത്താവാണ്. ആ കർത്താവിലോ ട്രസ്റ്റ് ഹിം, റിലേ ഓൺ ഹിം. അതിന്റെ പേരായി ഫെയ്ത്ത് എന്നുള്ളത്. പ്ലീസ് നോക്കിയ ക്ഷമിക്കാൻ വരെ ഇടർച്ചകൾ വരാതിരിക്കുന്ന അസാധ്യം എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ പറയും, എന്നെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തൊരു വാക്യമാണ്. ഉടനെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ച് തരണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് അകത്ത് വർദ്ധിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റും, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റും, മറ്റുള്ളവരോട് എല്ലാം വിട്ടുകളയാൻ പറ്റും, എല്ലാവരുമായിട്ട് നമുക്ക് സമാധാനം ആചരിക്കാൻ പറ്റും. അപ്പൊ എന്താ വേണ്ടിയത്? നമുക്ക് ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ ചിന്ത വരുന്നത് നമ്മുടെ കാര്യം കാണാൻ, നമ്മുടെ കാര്യം നടക്കാൻ അല്ലെ, നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ ഫെയ്ത്ത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ ഹയറായി കർത്താവിന് പറയാനുള്ളത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഫെയ്ത്ത് വേണം. അത് മറ്റുള്ളവരോട് ക്ഷമിക്കണമെങ്കിൽ, മറ്റുള്ളവരോട് കരുതണം. നമ്മളെ ഉപദ്രവിക്കുന്നത് നോക്കി യേശു കാണിച്ച ആ മാതൃക നിങ്ങളൊന്ന് നോക്കി. കാൽവറി ക്രൂശിൽ തന്നെ ഇടിച്ചവരോടും തല്ലിയവരോടും തുപ്പിയവരോടും തന്റെ വസ്ത്രം പരിച്ച് എറിഞ്ഞവരോടും കർത്താവ് അവസാനം ക്രൂശിൽ ക്ഷമിക്കുകയാണ്. ഞാനായിരുന്നേ പറഞ്ഞാൽ 3-ാം ദിവസം കല്ലറയുടെ അങ്ങോട്ട് നീ വാ, ഞാൻ കാണിച്ചു തരാം. കർത്താവിന് വേണമെങ്കിൽ അല്ലെ, താൻ മരിച്ചിട്ട് ഉയർത്താൻ പോവുകയാണെന്നും എല്ലാം പിതാവ് തന്നെ ഉയർപ്പിക്കുക, എല്ലാം തനിക്കറിയാം. നമ്മളാണ് പറയാം, നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് നീ ഇപ്പൊ എനിക്കിട്ട് കല്ലെറിഞ്ഞില്ലേ, നീ ഒരു കാര്യം ചെയ്യും, 3-ാമത്തെ ദിവസം രാവിലെ നീ ആ കല്ലറയുടെ അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണ്. കർത്താവ് അവിടെ വെല്ലുവിളിച്ചില്ല. തോമസോടോർ പലപ്പോഴും പറയും, കാൽവറി ക്രൂശിൽ കർത്താവ് ആണി പറിച്ചില്ല അല്ലേ? നോക്കി, ആ ക്രൂശിൽ എനിക്ക് വേണ്ടി കർത്താവ് സകലതും ശ്രമിച്ചു. എന്തിനു വേണ്ടിയാ ശ്രമിച്ചത്? എന്നെ നിങ്ങളെയും
ഞാനാക്കാൻ വേണ്ടി, ഇന്ന് നമ്മൾ എന്താണോ അതാക്കാൻ വേണ്ടി നോക്കിയേ, കർത്താവ് തന്റെ വേദന മുഴുവൻ ആ ക്രൂശിൽ താൻ സഹിച്ചു അല്ലേ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, എനിക്കും നിങ്ങൾക്കും വിശ്വാസം. ജീസസ് ഹാഡ് ദാറ്റ് ഫെയ്ത്ത്. കർത്താവിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. കർത്താവ് അവരോട് ക്ഷമിച്ചു, അവരെ വെല്ലുവിളിച്ചില്ല, അവരെ ചീത്ത വിളിച്ചില്ല. നീ എന്നെ, ഞാൻ ആരാണെന്ന് അറിയാവോ? ഞാൻ അവരോടല്ല കർത്താവ് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പാ ഞാനെന്ന്. പക്ഷേ കർത്താവിന് നോക്കിക്കേ, പ്ലീസ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഒരാളോട് പറയാം, ഇന്ന് നീ എന്റെ കൂടെ പർദീസായിൽ നീ ഇരിക്കും അല്ലേ. കള്ളൻ ഹി റിപ്പന്റ് ചെയ്യുന്ന ഒരാളോട് കർത്താവിന്, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്ന ഒരാളോട് എൻ്റെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. കർത്താവ് കവർ ചെയ്യും ആ വ്യക്തിയെ. ഐ എം സോറി എന്ന് പറയുന്ന ഒരാളെ കർത്താവ് കവർ ചെയ്യും, അവരെ ചേർത്ത് പിടിക്കും. നമുക്ക് അതിന് വേണ്ട ഒരു കാര്യമാണ് വിശ്വാസം. അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് തരണം എന്ന്, വർദ്ധിപ്പിച്ചു തരണം. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഈ ഹയർ റെലം ഓഫ് ഫെയ്ത്ത് ഉണ്ട്. ഫെയ്ത്ത് എന്ന് പറയുന്നത് പ്ലീസ് നോക്ക്, ഒന്നും ശൂന്യമായിരിക്കുമ്പോൾ, പോക്കറ്റ് ശൂന്യമായിരിക്കുമ്പോൾ ടൈത്ത് കൊടുക്കുന്ന ഒരു ഫെയ്ത്താണ് അല്ലെ. ഒന്നുമില്ല, എന്റെ കയ്യിലില്ല, കൊടുക്കാനില്ല, പക്ഷെ എനിക്കുള്ളത് ഞാൻ കൊടുക്കുന്നത് അതൊരു ഫെയ്ത്താണ്. കാരണം ആ കൊടുക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് എൻ്റെ ഒരു കർത്താവുണ്ട്, നല്ല ഉറപ്പ്, നല്ല ധൈര്യം. പ്രൈസ് ദി ലോർഡ്. എല്ലാം നമുക്ക് തെറ്റായിട്ട്, നമുക്ക് എതിരായിട്ടെല്ലാം നടക്കുമ്പോൾ, എവരിത്തിങ്, എല്ലാവരും നമുക്ക് എതിരാണ്, പക്ഷെ മൂവിങ് ഫോർവേഡ്, അതിന്റെ പേരാണ് ഫെയ്ത്ത്. പ്ലീസ്, ഫെയ്ത്ത് എന്ന് പറയുന്നത് നോക്കിയ, ഓഫീസിൽ നിങ്ങളുടെ ബോസ് നിങ്ങളുടെ എതിരെ നിൽക്കുമ്പോഴും, ഇല്ല എനിക്കൊരു പ്രൊമോഷൻ വരാൻ പോവുക, അതങ്ങനെ വിശ്വസിക്കുന്നതാണ് ഫെയ്ത്ത്. ഇപ്പൊ എന്റെ ജോലി പോകുമെന്ന് വിശ്വസിക്കുന്ന, അയ്യോ എന്റെ ജോലി പോവുകയെ, ഇപ്പൊ എന്നെ പിരിച്ചു വിടുവേ എന്ന് പറയുന്നല്ല ഇതിന്റെ. ഐ ഹാവ് ഹേർഡ് സോ മെനി ടെസ്റ്റിമണീസ്, അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നാള് ഒരു സഹോദരൻ, പിരിച്ചുവിട്ട സഹോദരൻ തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി, പിരിച്ചുവിട്ടു. നോക്ക, പിരിച്ചുവിട്ട ആളുടെ മോളിൽ ആ ബോസ് വന്ന് തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്തു. കർത്താവിന് ആരാ സാധ്യം? എന്താ സാധ്യം? ആരെയാ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്? പൗലോസ് പറയും, നിങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയാം. അവൻ എൻ്റെ ഉപനിധിയാണ്, അവൻ എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ രക്ഷകനാണ്. എന്നെ ലജ്ജിക്കാനോ എൻ്റെ മുഖമൊന്നും താഴാനോ കർത്താവ് സമ്മതിക്കത്തില്ല. Let us have more faith. Faith is conquering. പിടിച്ചെടുക്കുന്നതാണ് വിശ്വാസം. ചില തകർന്നു കിടക്കുന്നതിനെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത്, അതിന്റെ പേരാണ് വിശ്വാസം. ഇല്ല, തീരത്തില്ല, ഇത് അത്ഭുതമാകാൻ പോവുകയാണ്. ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞു, സെൽഫ് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ് വെള്ളത്തിന്റെ മേൽ നമ്മളെ നടത്തും, വെള്ളത്തിന്റെ മേൽ നടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. എന്നാൽ വിശ്വാസം വെള്ളത്തിന്റെ മേൽ നടത്തും. വിശ്വാസം തീയിൽ കൂടെ കടന്നുപോയാലും വെന്തു പോകത്തില്ലെന്നുള്ളത്. ഒരു പ്രതിസന്ധി വരുമ്പം അതിനെ ജയിക്കുന്നതും തരണം ചെയ്യുന്നതിന്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. വെള്ളത്തിൽ കൂടെ കടന്നുപോയാലും അതെന്നെ മുക്കിക്കളയത്തില്ല. അങ്ങനെ ഒരു സാധ്യത വന്നാൽ, വിശ്വാസം എന്ന് പറയുന്ന 20-ാം നിലയുടെ മേളിൽ നിന്ന് താഴോട്ട് ആടുന്നതല്ല. കർത്താവ് എന്നെ പിടിക്കുമെന്ന് പറഞ്ഞ് 20 നിലയുടെ മേളിൽ നിന്ന് താഴോട്ട് ആടുന്നതല്ല. ഭൂമിയുടെ ഗുരുത്വാകർഷണം നിലത്ത് തന്നെ വീഴും. പക്ഷെ ഞാൻ എങ്ങാനും തെന്നിയാൽ എന്റെ കയ്യിൽ വഹിക്കുന്ന, ഞാൻ എങ്ങാനും എന്റെ കാലൊന്ന് വഴുതിയാൽ എന്നെ കയ്യിൽ വഹിക്കുന്ന ഒരു കർത്താവാണ്. അതിന്റെ പേര് ആ ഉറപ്പ്. ഇല്ല, ഒന്നും സംഭവിക്കരുത്. കർത്താവ് എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനു? നല്ല ഉറപ്പുണ്ട്. കേവലം ഈ ലോകത്തിൽ ജയോത്സവമായി കർത്താവ് നടത്തും. വരാനിരിക്കുന്ന ലോകത്ത് നിത്യതയിൽ ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. നമ്മുടെ ഈ ഫെയ്ത്ത് പലപ്പോഴും നമ്മൾ അറിയാതെ നമുക്ക് മെറ്റീരിയൽ തിങ്സിന് നമ്മളായിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഒരു കാർ വേണം, ഒരു വീട് വേണം, അതിനെല്ലാം വിശ്വാസം വേണം കേട്ടോ. നിശ്ചയമായിട്ടും വിശ്വാസം വേണം. ഒരു കാര്യവും ഒരു അവസ്ഥയും ഇല്ലാതെ വീടിന്റെ പ്ലാൻ വരച്ച് പ്രാർത്ഥിച്ച് വീട് മേടിച്ചവരെ അറിയും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സാക്ഷ്യം ഞാൻ എപ്പോഴും ഓർക്കും. ഒരു മോന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ സെന്റ് സ്റ്റീഫൻസിൽ, ഡൽഹിയിൽ സെന്റ് സ്റ്റീഫൻസിൽ എനിക്കൊരു അഡ്മിഷൻ വേണം.
ബ്രദറെ പ്രാർത്ഥിക്കണം. ഞാൻ ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അടുത്ത ആഴ്ച കണ്ടപ്പോഴത്തേക്ക് ആ മോൻ എന്നോട് വന്ന് പറയും, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, മേ ബി ഇൻ 2004 or 2005 ആ കാലഘട്ടത്തിലാണ്. ആ മോന് അടുത്ത ആഴ്ച കണ്ടപ്പോൾ, നെക്സ്റ്റ് സൺഡേ എന്നെ കണ്ടപ്പം എന്നോട് വന്ന് പറയുകയാണ്, ബ്രദറെ ഞാൻ ട്യൂസ്ഡേ പോകും. ഞാൻ പറഞ്ഞു, അഡ്മിഷനൊക്കെ റെഡിയായോ? ഇല്ല, അഡ്മിഷൻ റെഡിയായില്ലേ, ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഞാൻ പോവുക. ഇന്റർവ്യൂ കോൾ വന്നില്ല, പക്ഷെ അവൻ അവിടെ പഠിച്ചു. ആ സെന്റ് സ്റ്റീഫൻസിൽ അവൻ പോയി പഠിച്ചു. ഞാൻ പോകുവാണ്. എല്ലാം റെഡിയായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന അതിന്റെ പേരല്ല ഫെയ്ത്ത്. ഒരുക്കിയിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതിന്റെ പേരാണ് ഫെയ്ത്ത്. God has prepared everything for me. എന്റെ തല താഴാൻ ഒരിക്കലും സമ്മതിക്കുന്നു. അതിന്റെ പേര് ഈ കോൺഫിഡൻസ് അല്ല. കോൺഫിഡൻസ് കൊണ്ടല്ല അവൻ പോയത്. തനിക്ക് മാർക്ക് പോരാത്തത് കൊണ്ടാണ് താൻ പ്രാർത്ഥിക്കാൻ വന്നത്. തനിക്ക് പോരാ, അവിടെ ക്വാളിഫൈ, സെന്റ് സ്റ്റീഫൻസിൽ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഇത് പോരാ. പക്ഷേ he believed in God. കർത്താവിൽ വിശ്വസിച്ചു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചു. കർത്താവ് വഴി തുറക്കുമെന്ന് വിശ്വസിച്ചു. ഇന്ന് പകലും ഏത് കാര്യത്തിലാണെങ്കിലും ഒന്ന് വിശ്വസിച്ച് എന്നോട് പ്രത്യേകിച്ച് കർത്താവ് പറയുകയാണ്, മറ്റുള്ളവരോട് ഇടർച്ചയോ ഭാരമോ ഒക്കെ ആയിട്ടിരിക്കുന്നവർ ഇന്ന് പകൽ വിട്ടുകളയണം. കർത്താവിനോട് പറയണം, ഗീവ് മീ മോർ ഫെയ്ത്ത്. എനിക്ക് ഇച്ചിരി കൂടുതൽ വിശ്വാസം തരണം. എനിക്ക് വിശ്വാസം തരണം. ടു ഓവർകം, ഇതിനെ എല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ ബൈ ഫെയ്ത്ത് പറ്റും. നിങ്ങൾ എബ്രായ ലേഖനം 11 വായിക്കുമ്പോൾ ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ, 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 വിശ്വാസ വീരന്മാരുടെ പട്ടിക പ്രാപിക്കുക എഴുതുകയാണ്, രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ അവസാന വാക്യത്തിൽ പറയും, അവർ നമ്മെ കൂടാതെ. അവരെല്ലാം വിശ്വാസ വീരന്മാരാണ്, എടുക്കപ്പെട്ടവർ അതിന്റെ അകത്തുണ്ട്. ഈ ശരീരത്തോടു കൂടി എടുക്കപ്പെട്ടവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ്. ചെങ്കടലിനെ വിഭാഗിച്ചവർ, നമുക്ക് യുദ്ധവീരന്മാർ അതിന്റെ അകത്തുണ്ട്. എന്നാൽ പറയുകയാണ്, അവർ നമ്മെ കൂടാതെ. എത്ര ഭാഗ്യമാണ് നോക്കി യേശുവിനെ അറിഞ്ഞ് ഈ കാലഘട്ടത്തിൽ. പഴയ നിയമത്തിൽ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും, ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ തന്റെ മടിയിലിരുന്ന പുത്രനായ യേശു അവനെ വെളിപ്പെടുത്തി. ആ പുത്രനായ യേശു ഇന്ന് എന്റെ ഹൃദയത്തിന്റെ അകത്ത് വസിക്കുകയാണ്. ജീസസ് reigns inside me. എന്റെ അകത്ത്, he reigns inside me. എന്റെ അകത്ത് വാഴുകയാണ്. ഞാനൊരു വാക്ക് പറയുമ്പോൾ യേശു ഒരു വാക്ക് പറയുന്നു പോലെ, ഞാൻ എന്റെ കൈവെക്കുമ്പോൾ യേശു കർത്താവിന്റെ പകരക്കാരാണ്. We believe it. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ പകരക്കാരൻ. കർത്താവിനെ പോലെ, കർത്താവിന് വേണ്ടി, കർത്താവിന് പകരമായി നിങ്ങളെ അയച്ചിരിക്കുക. കർത്താവ് നമുക്ക് ശിഷ്യന്മാരെ അയക്കുമ്പോൾ താൻ ചെല്ലേണ്ട പട്ടണങ്ങളിൽ തനിക്ക് മുമ്പായി അയച്ചു. ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. കർത്താവിന് പകരക്കാരായിട്ടാണ് കർത്താവ് അവരെ അയക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരോട് പറയുന്നത്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. സെയിം വേ, അതുപോലെ നിങ്ങളെ അയച്ചിരിക്കും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട്. കർത്താവ് പറയാനുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഞാൻ പിതാവിന്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ഐ എം വിത്ത് യു. ഞാൻ സ്വർഗത്തിലല്ല. ഈ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ ഹൈറ്റിന്റെ ഒക്കെ അതിന്റെ എല്ലാം മേളിൽ അങ്ങനെ ഭാവന ചെയ്യുന്നതുകൊണ്ടാണ്. ദൈവരാജ്യം, യേശു പറയുന്ന ഒരു വാക്ക്, ദൈവരാജ്യം, ദ കിങ്ഡം ഇസ് എമംഗ്സ്റ്റ് us. നമ്മുടെ മധ്യത്തിലാണ് ദൈവരാജ്യം, നമ്മുടെ കൂട്ടത്തിലുണ്ട്. നടക്ക, എനിക്ക് തൊട്ടറിയാം, എന്റെ തൊട്ടടുത്ത്, എനിക്ക് തൊട്ടറിയാവുന്ന പോലെ എന്റെ യേശുവാണ്. ഇസ് നോട്ട് എൻ എവേ ഗോഡ്, ഇസ് എ നിയർ ഗോഡ്. എന്റെ കർത്താവ് എന്റെ അടുത്താണ്. ഈസ് എ നിയർ ഗോഡ്. ഈസ് നിയർ ടു മീ. ഈസ് ഓൾവേസ് വിത്ത് മീ. ഒരു നാളും എന്നെ തള്ളിക്കളയാം, എന്നെ ഉപേക്ഷിക്കാത്ത. ഗിവ് മീ സം ഫെയ്ത്ത്. ഇന്ന് എത്ര ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഗിവ് മീ സം ഫെയ്ത്ത്. എനിക്ക് കുറച്ച് കൂടുതൽ വിശ്വാസം വേണം. എന്റെ സ്ട്രഗിൾസിനെ എല്ലാം ഓവർകം ചെയ്യാൻ, അതിനെയെല്ലാം എന്റെ കാലിന്റെ കീഴിലാക്കാൻ, എല്ലാവരുമായിട്ട് സമാധാനം ആചരിച്ച് മുമ്പോട്ട് പോകാൻ. സന്തോഷം. വിശ്വാസമുള്ളവർ ചിരിച്ചുകൊണ്ടിരിക്കും,
ഏത് വലിയ കൊടുങ്കാറ്റ് വന്നാലും പ്രതിസന്ധിയിലൂടെ പോയാലും വിശ്വാസമുള്ളവർ ചിരിച്ചുകൊണ്ടിരിക്കും. അവരുടെ തല ഒരിക്കലും താഴെ തന്നെ. അവർക്കറിയാം ഗോഡ് ഫോർ ദം ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് ദം. ആർക്കെതിരെ നിൽക്കാൻ പറ്റും? കല്ല് പേടി, ചിലർക്ക് പേടി, അവര് എന്റെ മോളി പോട്ടെന്നേ. നിങ്ങളെക്കാൾ ബെസ്റ്റ് ആകട്ടെ മറ്റുള്ളവർ. അങ്ങനെയൊന്ന് കൗണ്ട് ചെയ്ത് അവർ ഉയർച്ച പ്രാപിക്കുന്നത് നമ്മൾ എന്തിനാ അസൂയപ്പെടുക? അതിന്റെ പേരാ അസൂയ എന്ന് പറയുന്നത്. അസൂയപ്പെടുന്നത് എന്തിനാ? അവർ ഉയർച്ച പ്രാപിക്കട്ടെ, നിങ്ങളെക്കാൾ ഉയരട്ടെ, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് അവരെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ പോലെ നല്ലൊരു വേഷമായിരിക്കത്തില്ല ഇട്ടിരിക്കുന്നത്. അവരെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ്, അവരുടെ പ്രായത്തെ ഒന്ന് ബഹുമാനിച്ച് അവർക്ക് ആ സീറ്റ് ഒന്ന് കൊടുത്തേ. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെട്ടു. അവന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരുന്നു. ഒന്നിനും കുറവ് വരാതില്ല. പ്രാർത്ഥന, ഇൻക്രീസ് മൈ ഫെയ്ത്ത്. ഒന്ന് പ്രാർത്ഥിച്ച ഇൻക്രീസ്. എനിക്ക് വേണ്ട കുറച്ചു കൂടുതൽ പൈസ അല്ല, കുറച്ചു കൂടുതൽ ജീവിത സാഹചര്യമല്ല. കുറച്ച് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഈ പൈസയും ജീവിത സാഹചര്യവും എന്റെ മുഴുവൻ ആവശ്യങ്ങൾ എല്ലാം തികഞ്ഞു പറ്റിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൂടെ എന്റെ കർത്താവിന്റെ കയ്യിൽ തരും. ഹാവ് മോർ ഫെയ്ത്ത്. യേശുവേ സ്തോത്രം കർത്താവേ, ഞങ്ങളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, കൂടുതൽ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. കർത്താവിൽ തന്നെ വിശ്വസിച്ച് പൂർണ്ണ ഹൃദയത്തോടെ നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഹൃദയത്തിലെ ഭാരങ്ങൾ നീങ്ങി മാറട്ടെ. എന്തോ കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്ന പോലെയുള്ള ഭാരങ്ങൾ അനേകരുടെ മേൽ കാണുന്നു. അത് യേശുവിന്റെ നാമത്തിൽ അവരുടെ ഉള്ളിൽ നിന്ന് നീങ്ങി മാറട്ടെ. ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും? ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറയരുത്. കർത്താവിന്റെ സമയത്ത് കാണിക്കും. ജീവനോടെ ഇരിക്കുന്നത് പോലും അത്ഭുതമാക്കട്ടെ. ജീവനോടെ ഇരിക്കുന്നത് നമ്മള് താങ്ക് യു എന്ന് പറഞ്ഞ് അതിന് പകരം താങ്ക് യു എന്ന് പറഞ്ഞ കർത്താവെ നന്ദി എന്നൊന്ന് പറഞ്ഞു. ആരോഗ്യത്തിനായിട്ട് നന്ദി എന്നൊന്ന് പറഞ്ഞു. യേശുവെ തന്നതെല്ലാം നന്മകളും ഓർത്ത് എണ്ണി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. നന്ദി എന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല. ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. ഇന്ന് രോഗികൾ സൗഖ്യമാവട്ടെ. ഇപ്പോൾ തന്നെ ഉച്ച മുതൽ ഉള്ളം കാലുവരെ ദൈവമഹത്വം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ചിലതിനെയൊക്കെ ഭയപ്പെട്ട് ഒരു ലംബ് കണ്ട്, ബ്രസ്റ്റിൽ ഒരു ലംബ് കണ്ട് ഒരു സഹോദരി ഭാരപ്പെട്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിന്റെ കരം തൊട്ട് നിന്റെ മകളെ സൗഖ്യമാക്കണമേ. വയറ്റിലെ ചില ഗ്യാസ് പ്രോബ്ലങ്ങളായിട്ട് ഭാരപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇത് ക്യാൻസർ ആണോ എന്നുള്ള ഭാരം ഉള്ളിൽ നിന്നും കടന്നു വരുന്നവരുണ്ട്. എന്നോട് കർത്താവ് പറയാണ് വയറ് വീർത്തു വരികയാണ്. ഷീന പറഞ്ഞില്ല ക്യാൻസർ ആണോ? ആ ക്യാൻസർ ആണോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി, യു ആർ ഹീൽഡ് റൈറ്റ് അവേ. യേശുവിന്റെ നാമത്തിൽ ആ വയറ്റിന്റെ ഉള്ളിലെ മുഴുവൻ പ്രോബ്ലങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അത്ഭുതം ജീവിതത്തിൽ നടക്കട്ടെ. ശരീരത്തിന്റെ എല്ലാ രോഗബന്ധനങ്ങളും ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറട്ടെ. വേദനകൾ, നീരുകൾ അപ്രത്യക്ഷമാകട്ടെ. ഇപ്പോൾ തന്നെ പുതിയൊരു ആരോഗ്യം യേശുവിന്റെ നാമത്തിൽ ഓരോ മക്കളുടെ മേലും ഞാൻ കൽപ്പിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ എനിക്കൊന്നും ചെയ്യാൻ മേലെന്നുള്ള അവസ്ഥയിൽ കടന്നു വരുന്ന ആ മകളുടെ മേൽ ദൈവമഹത്വം ഇറങ്ങട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഇപ്പോൾ തന്നെ വലിയ സമാധാനം ഹൃദയത്തിൽ കൊടുക്കണമേ. ദൈവീയ ശക്തിയാൽ നിറയ്ക്കണമേ. ഓരോ മക്കളെയും തൊടണമേ. ഇത് കാണുന്ന ഓരോ മക്കളെയും കർത്താവ് തൊടണമേ. കർത്താവിന്റെ ഒരു കരസ്പർശം അവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ മഹത്വത്താൽ ഓരോ മക്കളും നിറയട്ടെ. രോഗികൾ സൗഖ്യമായിരിക്കാൻ സ്തോത്രം. തലവേദനകൾ അപ്രത്യക്ഷമായിരിക്കാൻ സ്തോത്രം. ചുമ നിർത്താതെ ചുമയ്ക്കുന്ന ചിലരെ എന്റെ കർത്താവ് കാണുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവുവാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ചെവിയുടെ വേദനയായിട്ട് ഭാരപ്പെടുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആ ഒരു സൗഖ്യത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരുടെ മേലും തൊടുന്നതിനായിട്ട് സ്തോത്രം. ഒരു സൗഖ്യത്തിന്റെ
കരം ഞാൻ കാണുക. ആണിപ്പഴുതേറ്റ കരം തൊട്ട് നിങ്ങളെ തലോടി കർത്താവ് സൗഖ്യമാക്കുക. ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ. വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവിനെ ഒരു ഫിഗർ എഴുതി കാണിക്കുകയാണ്. 500000000. അത്രയും എമൗണ്ടിൽ ഒരു സാമ്പത്തിക ആവശ്യത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് സോഴ്സ് തുറക്കുന്നത് കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു വഴി എന്റെ മകന് വേണ്ടി തുറക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വിഷയം എന്ത് തന്നെയാണെങ്കിലും അതിപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുത വിടുതലുണ്ടാകട്ടെ. സാമ്പത്തികമായ സകല വെല്ലുവിളികളും മാറട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ, സ്പിരിറ്റ് ഓഫ് പോവർട്ടി, എപ്പോഴും ഇല്ല 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 ആ വാക്കുകൾ പറയുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. എപ്പോഴും ഇല്ല ഇല്ല. അതുപോലെ തന്നെ സമ്പത്തിനോടുള്ള അത്യാർത്തി അത് ഭയങ്കര കുഴപ്പം പിടിച്ച കാര്യം. എനിക്കില്ല, ഒന്ന് എനിക്കില്ല ഇല്ല ഇല്ല. ഒന്ന് വേണം വേണം വേണം. നമുക്ക് എന്നാ വേണം അല്ലേ? നമുക്ക് എന്നാ വേണം? ആർത്തി. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നമ്മുടെ ആർത്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് വേണം. അത് തരും കർത്താവ്. നിങ്ങൾക്ക് ഇന്നത് ആവശ്യം, അതിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യുക. ഈ ഇല്ല, ദൈവാത്മാവ് എന്നെ കാണിക്കുക. ഇല്ല 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 എന്ന് പറയുക. സേ ഐ ഹാവ്, എനിക്കുണ്ട് എന്നൊന്ന് എനിക്കുണ്ട്, എനിക്ക് കർത്താവുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കുന്നു. ആ ഇല്ല എന്ന് പറയുന്ന മുഴുവൻ വാക്കുകളെയും ഞാൻ ക്യാൻസൽ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ഈ പണത്തോടുള്ള ഭയങ്കരമായ ആർത്തിയുള്ള ചില ആൾക്കാരുണ്ട്. എനിക്ക് എങ്ങനെ എത്ര ഉണ്ടെങ്കിലും മതിയാകത്തില്ല. അവർക്ക് തികയത്തില്ല. കറക്റ്റ് കാര്യം ഞാൻ പറയുന്നു. അവർക്ക് എത്രയുണ്ടെങ്കിലും സന്തോഷവും ഇല്ല, തികയുകയില്ല. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ബന്ധനങ്ങൾ ഇന്ന് പൊട്ടട്ടെ. യേശുവിന്റെ എനിക്ക് ജീവിക്കാൻ എനിക്ക് വിശ്വാസമാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. എനിക്ക് പണമല്ല ജീവിക്കാൻ വേണ്ടി. എന്നെ ചില മനസ്സിൽ കൂടെ പോവാ, എന്നെ ബ്രദറെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വിശ്വാസം പുഴുങ്ങി തിന്നും. വിശ്വാസം ഉണ്ടെ പുഴുങ്ങി തിന്നും. നീ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ഫാദർ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, തലമുറകളെ എല്ലാം തൊടണം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ കർത്താവ് ഈ കാലത്ത് ഞങ്ങൾക്ക് നിങ്ങൾ ഏത് പട്ടണത്തിൽ നിന്ന് തന്നെ കേൾക്കുന്നു, ഏത് രാജ്യത്തിൽ നിന്ന് തന്നെ കേൾക്കുന്നു, ആ പട്ടണത്തെ ഒന്ന് അനുഗ്രഹിച്ചു. ആ ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാച്ചുറൽ കലാമിറ്റീസിൽ നിന്നും ഒക്കെ ഞങ്ങളുടെ ദേശത്തെ കാക്കുന്നതിന് ആവശ്യമാണ്. അപ്പോൾ തന്നെ നിത്യജീവന്റെ പ്രത്യാശയിൽ കർത്താവെ മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കും കർത്താവ് കൃപ കൊടുക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു ലെവലിൽ നിങ്ങളുടെ ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യും. എനിക്ക് ആ ശിഷ്യന്മാർ ചോദിച്ചത് എന്നെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തു. ആ ഇടർച്ചകളുടെ കാര്യം പറയുമ്പോൾ, ക്ഷമിക്കുന്ന കാര്യം പറയുമ്പോൾ കർത്താവ് പറയുമ്പോൾ അവർ ചോദിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ അതിന് വേണ്ടതാണ് വിശ്വാസം. നമ്മൾ പലപ്പോഴും അത് മെറ്റീരിയൽ വേൾഡിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽ തിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മെറ്റീരിയൽ തിങ്സിന് മാത്രമല്ല വിശ്വാസം വേണ്ടത്. സ്തോത്രം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. നാളെ കാണാം. കർത്താവിന്റെ കൃപയിൽ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ. കർത്താവിന്റെ ചിറക് നിങ്ങളുടെ തൊട്ടടുത്ത് മുകളിലുണ്ട്. കർത്താവ് നിങ്ങളുടെ തൊട്ട് അടുത്ത് നിൽപ്പുണ്ട്. പ്രൈസ് ദ. ദൂരെയെങ്ങോ അല്ല. He's not an away God. My God is a near God. So God bless you. God bless you. Have a wonderful day. God bless you.